നമസ്കാരം ഗൈസ്. നമ്മളിപ്പോൾ വന്നിട്ട് 2 ദിവസം, ഇന്ന് 13-ാം തീയതി ആയി. 11-ാം തീയതി എത്തിയാണ്. പക്ഷെ ഇതുവരെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ഇന്നലെ നമ്മൾ കുറച്ചു നേരം ഫാം ഹൗസ് വരെ പോയി. അപ്പോഴത്തേക്കും പിന്നെയും മഴ പെയ്തു. അപ്പോൾ ആ പ്ലാനും ക്യാൻസൽ ചെയ്തു തിരിച്ചു വന്നു. ഇപ്പോഴും നല്ല ഇടിമിന്നൽ വരുന്നുണ്ട്. ഇന്ന് തണ്ടർ സ്റ്റോമൊക്കെ വരുന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നും നമ്മൾക്ക് പുറത്തു പോകാൻ പറ്റൂല. താൽക്കാലികമായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മ എന്തായാലും 2 ദിവസം ഇവിടെ വന്നു. അപ്പോൾ ഞാൻ കുറേ ഈ ക്ലിപ്സ് എടുത്തു. നമ്മളുടെ രാത്രിയിലത്തെ ഒച്ചയും വെള്ളമില്ലേ, നമ്മളുടെ ഈ മൃഗങ്ങളുടെയും പിന്നെ ഇൻസെക്ട്സിന്റെയും ഇവരുടെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒക്കെ അത് ഞാൻ ക്ലിപ്സ് കുറെ ഷൂട്ട് ചെയ്തു. അതാണ് ഞാൻ ഇന്നലെ ഇട്ടത്. ഞാൻ നൈറ്റ് സൗണ്ട്സ് എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ നേച്ചർ സൗണ്ട്സ്. ഇതൊക്കെ നമ്മൾക്ക് ഡൽഹിയിൽ കിട്ടൂല. അപ്പോൾ എന്തായാലും ഞാൻ ഡൽഹിയിൽ തിരിച്ചു പോയാൽ ഇത് കേൾക്കാനും പറ്റില്ല. അപ്പോൾ രാത്രി അങ്ങനത്തെ ഒരു നല്ലൊരു ഉറക്കം വരുന്ന വെച്ചാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു സുഖമാണ് നമുക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. എനിക്കും കേൾക്കാമല്ലോ, എപ്പോഴും ആവശ്യം വെച്ചാൽ എനിക്കും കേൾക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ 2-3 ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വില്ലേജ് സൗണ്ട്സും പിന്നെ മഴയുടെ സൗണ്ട്സും വാക്കിംഗ് ഇൻ റെയിൻ സൗണ്ട്സ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലൈക്ക് ഇറ്റ്. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം 1-2 ദിവസത്തിനുള്ളിൽ. അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അത് 1-2 മണിക്കൂറിൻ്റെ ക്ലിപ്പാണ്. അത് കണ്ടിന്യൂസ്ലി ഞാൻ വെച്ചിട്ട് ഷൂട്ട് ചെയ്യണതാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലൈക്ക് ഇറ്റ്. അതും കൂടി അപ്ലോഡ് ചെയ്യാണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഈ ഗ്രാമത്തിനെ പറ്റിയിട്ട് പറയാം. എന്ന് വെച്ചാൽ എൻ്റെ ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇതിനാണ് പറയുന്നത് കിഴ്പുള്ളിക്കര. അപ്പുറത്തെ സൈഡിൽ ചിറ്റ്ലായി, പിന്നെ ഇപ്പുറത്തെ സൈഡ് കരാക്കര, പിന്നെ ഇപ്പുറത്തെ സൈഡ് പഴുവിലും പറയും. അപ്പോൾ ഈ 4 ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്രാമം സൈഡ്. നമ്മൾ പഞ്ചിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയായിരുന്നു. നമ്മളുടെ ഒരു ആള് കൊണ്ടുവന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ മഴ കാരണം പോകാൻ പറ്റിയില്ല. യാവനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി ചാൻസസ്. പുഴയിൽ വെള്ളവും കൂടിയിരിക്കുന്നു. ആൻഡ് എന്തെങ്കിലും മിസ്സാപ്പായി കഴിഞ്ഞാൽ വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് റിസ്ക്. ഈ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം ഇവിടെ ഈ നമ്മുടെ റോഡ് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ഐ തിങ്ക് ഐ എം കമ്മിങ് ആഫ്റ്റർ ലോങ് ടൈം. ഈ 15 കൊല്ലത്തിൽ ഇവിടെ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കുറെ കൂടി. അപ്പോൾ ഈ നോയ്സ് പൊല്യൂഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, എൻ്റെ വീടിൻ്റെ മുന്നിൽ ചെറിയൊരു റോഡുണ്ട്. അത് കഴിഞ്ഞിട്ട് പുഴ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ റോഡ് കാരണം ഇഷ്ടംപോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒന്നാമത്തെ അവിടുത്തെ പാലം ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണവും മേ ബി പീപ്പിൾ ആർ ടേക്കിംഗ് ദിസ് റോഡ്. അപ്പോൾ കുറേ നോയ്സ് പൊല്യൂഷൻ ഉണ്ട്. അത് കാരണം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാനോ ഇതോ എനിക്ക് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ പുറത്ത്. പിന്നെ ഞാൻ വാക്കിംഗ് ഇൻ റെയിൻ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റെയിനി ഡ്രോപ്സ് ഇല്ലേ, അതിനെ പറ്റി റെക്കോർഡ് ചെയ്യാൻ നോക്കിയത്. ഇത്രയും വേറെ വണ്ടി വർക്ക്. ഇതാണ് പ്രശ്നം കാണാം. അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് യു കാൻ ഹെൽപ്പ് ഇറ്റ്. ദിസ് ഈസ് ടെക്നോളജി അഡ്വാൻസ്മെന്റും പിന്നെ ആൾക്കാർ എഞ്ചിനീയറിംഗ് മാർവലോരോന്നോരോന്ന് കൂടുമ്പോഴും പൈസ ആൾക്കാരിൽ വരുമ്പോഴും അതനുസരിച്ചിട്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കൂടും. അപ്പോൾ വാട്ട് ടു ഡു, വി കാൻ ഡു എനിത്തിങ്, റൈറ്റ്? അപ്പം എൻ്റെ വീടിനെ പറ്റി പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇതാണ് എൻ്റെ വീട്. ഇത് ഓൾമോസ്റ്റ് ഒരു 30 കൊല്ലമായി പപ്പ ഉണ്ടാക്കിയാണ്. അപ്പോൾ എൻ്റെ മമ്മിയും സിസ്റ്ററും കുട്ടികളൊക്കെ ഇവിടെ താമസിക്കുന്നത്. അളിയൻ ദുബായിൽ തന്നെയാണ്. ആളവിടെ ജോലി ചെയ്യണം ഇപ്പം. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്. പിന്നെ അപ്പുറത്ത് നമ്മളുടെ പറമ്പും ഇതൊക്കെ ഉണ്ട്. അപ്പുറത്ത് വേറെ ഒരു സൈഡിൽ ഫാം ഹൗസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഒരു ചെറിയൊരു കോംപ്ലക്സ് ഒക്കെ ഉണ്ട് നമ്മൾക്ക്. ദാറ്റ്സ് വെയർ ഐ ആം സ്റ്റേയിങ് വിത്ത് യാവിൻ. നമ്മുടെ റൂം അവിടെയാണ്. ഇന്നലെ മുതൽ മഴ ശരിക്കും പെയ്ത് എനിക്ക് കൊതുക് കടിച്ചിട്ട് ഭയങ്കരമായിട്ട് അത് കാലുമ്മേണ് കൊതുക് കടിക്കുക. അപ്പം ഇവിടെയാണ് നമ്മളുടെ ഈ റോഡ്. ഇപ്പം ഇത് കണ്ട കൊതു കണ്ട് നിങ്ങൾക്ക് ഫോക്കസ് ആവുന്നില്ലേ? അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ റോഡ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പുഴ. നടക്കുന്ന ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മളുടെ. നമ്മൾ പണ്ട് അപ്പുറത്തെ സൈഡിലായിരുന്നു, ചിറ്റ്ലയിലായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സ്ഥലം ആദ്യം. പിന്നെ നമ്മുടെ ഫാദർ ഇങ്ങോട്ടേക്ക് ഈ സ്ഥലം എടുത്തിട്ട് പിന്നെ നമ്മൾ വീട് പണിതാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 30 years now. So this is the house what my father built. So if you ask me what I have built nothing. എൻ്റെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫുള്ള് ഒരു ഫെയിലിയറാണ് എൻ്റെ ലൈഫിൽ. 50 വയസ്സായി. ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് ഗിവിങ് അപ്പ്. നമ്മളിപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ എം നോട്ട് സേയിങ് ദാറ്റ് I get the inheritance or anything. അതിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. And I don't need it also. സത്യം പറഞ്ഞാൽ I don't need that inheritance. What I have to make, I will make. Even though
ഈ ഏജിലായാലും ശരി I don't want to depend on anyone. So whatever it is, so അതൊരു ത്രില്ല് തന്നെ, ലൈഫിലൊരു ത്രില്ല് തന്നെ. നമ്മൾ എത്ര ഫെയിൽ ആയാലും ശരി ലൈഫിൽ at the end of the day, I'm not giving up. And I have to prove to myself, not to anybody, I have to prove to myself that, I can still do it. I can still make it to the top. So that is what my achievement is. I am പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ കൂടെ ഞാൻ ട്രൈ ചെയ്യുന്നത്. I don't know how far this will go. This is also a trial and test. പക്ഷേ എനിക്ക് hope ഉണ്ട്, because I know that what I'm doing right now is perfectly okay, and I'm doing quite good on that, and I have improved my skills especially on that, and video quality പിന്നെ എൻ്റെ ഷൂട്ടിംഗ് സ്റ്റൈലും പിന്നെ എൻ്റെ dialogue delivery പലതും എൻ്റെ വ്ളോഗിൽ കൂടെ I have improved it. I mean, what do you think? What do you think about my old videos, and what do you think about my present videos? Do let me know in the comment box. ഇത് കണ്ട ഒരു മുഴ, ഇത് കൊതു അടിച്ചതാ. അതുപോലെ തന്നെ കാൽമേണ്ട് ഒരു 4-5 എണ്ണം അറിഞ്ഞൂടെ എവിടെ നിന്ന് വന്നത്. പെട്ടെന്ന് ഈ ചെറിയ ഈ കറുത്ത കൊതുല്ലേ, അത് വന്നിട്ട് കടിക്കാൻ തുടങ്ങി. ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഇന്നലെ പോലെ വേഗം മഴയുന്നതിന് ഏറ്റവും കൂടുതൽ കൊതുക് ഇവിടെ ഒക്കെ കടിച്ച് തന്നെ ഇതാക്കിയിട്ടുണ്ട്. ഇനി ചെന്ന് റൂമിലിരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ എനിവേസ്, ഞാൻ ഇന്ന് വ്ളോഗ് ഉണ്ടാക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്കധികം. പക്ഷേ യെസ്, ഐ ഹാവ് നോട്ട് വേസ്റ്റഡ് മൈ ടൈം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ റിലാക്സിങ് സൗണ്ട്സ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് യു ക്യാൻ ലിസൺ ടു ദാറ്റ് ആൻഡ് സ്ലീപ്പ് പീസ്ഫുള്ളി. എൻ്റെ ഗ്രാമത്തിലെ ദ സൗണ്ട്സ് ഫ്രം മൈ വില്ലേജ് പ്ലസ് ദ റെയിൻ സൗണ്ട്സ് പ്ലസ് വാക്കിംഗ് ഇൻ ദ റെയിൻ, അതൊക്കെ ഞാൻ ഇങ്ങനെ 1-2 ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നു. അപ്പം ഈ കൊതുവിനെ ഞാൻ ആദ്യം കൊല്ലട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. അപ്പം ഈ വ്ളോഗ് ഞാൻ എന്തായാലും നിന്നിട്ടിരിക്കും. നിങ്ങളോട് സംസാരിക്കാണ്ട് എനിക്ക് I couldn't hold myself back, because a lot of people have been commenting on my last 2 videos, and thank you for all the support what you guys have given me. I really like it that നിങ്ങൾ അത്രയും സ്നേഹം തരുന്നുണ്ട് എനിക്ക് എൻ്റെ ഈ ലാസ്റ്റ് 2 വീഡിയോയിൽ കൂടെ. എസ്പെഷ്യലി കേരളത്തിലെ വീഡിയോസ് നമ്മളുണ്ട്, we get connected. So thank you so much, and I just want to say is that just keep supporting me like this. That's all I need.